വിഷു ദിവസമാണല്ലോ ഒന്ന്. അപ്പോൾ എങ്ങനെയായിരുന്നു പഴയ കുട്ടിക്കാലത്തൊക്കെ കണി കാര്യങ്ങളൊക്കെ? പഴയ കുട്ടിക്കാലങ്ങളൊക്കെ കുറച്ചുകൂടി എന്താ പറയാ, എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും? വിഷുക്കഞ്ഞി കുടിക്കാറുണ്ട്. ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിലും ഞാൻ വിഷുക്കഞ്ഞി കുടിക്കാറുണ്ട്. പിന്നെ പടക്കം പൊട്ടിക്കാറുണ്ട്. എൻ്റെ അമ്മാവനൊക്കെ പേര് ഞാൻ പറയുന്നില്ല, അമ്മയുടെ അനിയനൊക്കെ വാങ്ങിച്ചിട്ട് വരുവാണ് കമ്പിത്തിരിയും പുതിരിയൊക്കെ. അപ്പോൾ അങ്ങനെ റിവ്യൂല് വൈറലായ ശേഷം ഞാൻ അങ്ങനെ വിഷു ആഘോഷിക്കാറില്ല. എന്നാലും ഞാനിപ്പോൾ ഷീമാട്ടിന്നൊരു ഇത് മേടിച്ചു. വിഷ്ണു മേടിച്ചതന്നല്ലേ? വിഷ്ണു അപ്പോൾ ഞാൻ പോയല്ലോ മേടിക്കാനായിട്ട്. അപ്പോൾ അത് മേടിച്ച് കിട്ടുമല്ലോ. അത് ഒരു ഓർമ്മ എന്നാ പറയാം. വിഷുവിൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ അത് വിഷുവിന് ഒരുപാട് സിനിമകൾ കാണാറുണ്ടായിരുന്നു. പണ്ട് തിയേറ്ററിൽ പോയിട്ട് റിംഗ് മാസ്റ്റർ കണ്ടൊരു ഓർമ്മയുണ്ട് വിഷു ടൈമിൽ, 2014. അങ്ങനെ കുറച്ച് ഓർമ്മകൾ. വിഷു എന്തായാലും ഈശ്വരത്തിൻ്റെ ഒരു നിറകുടമായിട്ടുള്ള ദിവസമല്ലേ. കണി കാണുന്നതും പിന്നെ കൈനീട്ടം തരുന്നതും, 5 രൂപ 10 രൂപ കൈനീട്ടം, അങ്ങനെയൊക്കെ. കൈനീട്ടം കിട്ടിയിട്ടുണ്ട് അവിടെ? 5 രൂപ 10 രൂപ കൈനീട്ടം. ഏറ്റവും കൂടുതൽ എമൗണ്ട് എത്ര കിട്ടിയേക്കുന്നത്? അന്നൊക്കെ ചെറിയ സമയമല്ലേ. ഇപ്പോൾ ഞാൻ കിട്ടാറുണ്ടോ? 2014-15 കാലഘട്ടം ആ സമയത്ത് കിട്ടിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് 2016 തുടങ്ങി ഞാൻ പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കണം, പിന്നെ +2 അങ്ങനെയുള്ള ഇതൊക്കെ പോകുകൊണ്ട് അങ്ങനെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരു എല്ലാ ദിവസവും കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ടല്ലോ. ബർത്ത്ഡേ വിഷു മണിക്കൂറിനല്ലേ പൈസ. മിനിമം 500 വാങ്ങുന്നത് അല്ലേ? വിഷിങ് മിനിമം 500 രൂപ അല്ലേ? ഇല്ല, അത് പറയാൻ പറ്റില്ല. മിനിമം ഏറ്റവും കുറഞ്ഞത് പാപ്പര എന്ന് പറയുമ്പോൾ 200 രൂപ. ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ടായിരിക്കുമല്ലോ? ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ടോ ബർത്ത്ഡേ വിഷ്? ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ നടന്മാർക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ അവര് പറയാറില്ല, നമ്മൾ ചെയ്യും. ഇപ്പൊ മമ്മൂക്കാന്റെ ബർത്ത്ഡേ വന്നാൽ ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക എന്നൊരു വീഡിയോ. ഇപ്പൊ ദിലീപന്റെ ബർത്ത്ഡേ, ചാക്കോച്ചൻ, ജയസൂര്യ, അങ്ങനെ ബിഗ് ബോസ് താരങ്ങള്, അവരൊക്കെ നമ്മൾക്ക് ഇങ്ങോട്ട് പറഞ്ഞിട്ടല്ല ചെയ്യുന്നത്. അവരൊക്കെ ഞാൻ ആരാധിക്കുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. മനസ്സിലായ? വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്നാള് നമ്മളെ ഈ പെണ്ണിന്, നമ്മുടെ മുല്ലേലെ നായികയ്ക്ക് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. മീരാനന്ദൻ ഞാൻ ചെയ്തു കൊടുത്തായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പോൾ ബിബിൻ ജോർജിന്റെ ബർത്ത്ഡേ വന്നപ്പോൾ ഞാൻ ചെയ്തു. പുള്ളി വിളിച്ചൊന്നുമില്ല, എന്നാലും ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ മലയാള സിനിമയിൽ ഒരുപാട് താരങ്ങളൊക്കെ എനിക്ക് അറിയാമല്ലോ, എന്നെ അറിയാമല്ലോ. കാരണം അമ്മേനെ ലൊക്കേഷനിൽ പോയപ്പോൾ നമ്മളെ കണ്ട് ചാക്കോശൻ ജയസൂര്യയും കൈ തന്നു സംസാരിച്ചല്ലോ മാന്യമായിട്ട്. കാരണം അവർക്കൊന്നും വലിയ ഇതൊന്നുമില്ല. ഈ പുതിയ ആൾക്കാർക്കാണ് ഇത്തിരികൂടിയൊക്കെ ഇതൊക്കെ ഉള്ളത്.